വെൽക്കം ബാക്ക്. നമ്മൾ ഡ്രോണിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഡ്രോണിൽ പ്രൊപ്പൽലേഴ്സിന്റെ കൗണ്ട് വെച്ചിട്ട് പല ടൈപ്പ് ഡ്രോൺസ് ഉണ്ട്. ട്രൈകോപ്റ്റർ, ക്വാഡ്കോപ്റ്റർ, ഹെക്സാകോപ്റ്റർ, ഒക്ടാകോപ്റ്റർ, അങ്ങനെ പല ടൈപ്പ് ഡ്രോൺസ് ഉണ്ട്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്വാഡ്കോപ്റ്ററാണ്. നമ്മൾ ക്വാഡ്കോപ്റ്ററിന് പൊതുവെ ഡ്രോൺസിന് ഒരുപാട് പാർട്സ് ഉണ്ട്. മോട്ടോഴ്സ് ഉണ്ട്, ESC ഉണ്ട്, ബാറ്ററി ഉണ്ട്, അങ്ങനത്തെ പല പാർട്സ് ഉണ്ട്. അതിൽ നമ്മൾ ഓരോന്ന് പറഞ്ഞായിട്ട് നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ഡ്രോൺസിൽ യൂസ് ചെയ്യുന്ന മോട്ടോഴ്സ് BLDC മോട്ടോഴ്സാണ്. BLDC എന്ന് പറഞ്ഞാൽ ബ്രഷ്ലെസ് DC മോട്ടോഴ്സ്. ബ്രഷ്ലെസ് നമ്മൾ നോർമൽ മോട്ടോഴ്സിൽ കാർബൺ റോഡ്സ് ഉണ്ടാവും, ബ്രഷ്, ഒരു 2 മാഗ്നറ്റ്സ് ഉണ്ടാവും, ഒരു കോയിൽ വൈൻഡിങ് ഉണ്ടാവും. ആ കോയിൽ വൈൻഡിങ്ങിലേക്ക് നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുന്നത് 2 കാർബൺ റോഡ്സ് വെച്ചായിരിക്കും. അതാണ് ബ്രഷ്ഡ് മോട്ടോഴ്സ്. കാർബൺ ബ്രഷ് എന്നാ പറയുന്നത്. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ബ്രഷ് യൂസ് ചെയ്യാത്ത മോട്ടോഴ്സാണ്. 3 കണക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഓരോ കണക്ടറിലും കൊടുക്കുന്ന കറണ്ടിന്റെ ഫേസ് ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ ആ ഫേസ് ഡിഫറൻസ് വെച്ചിട്ടാണ് ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. BLDCയിൽ 2 ടൈപ്പ് മോട്ടറാണ് ഉള്ളത്. അത് ഒന്നിലാണെങ്കിൽ സ്റ്റേറ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റ് ആയിരിക്കും, വേറൊന്നിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കോയിലായിരിക്കും. 2 ടൈപ്പാണുള്ളത്. ഈ മോട്ടോഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു കൺട്രോൾ യൂണിറ്റ് ആവശ്യമാണ്. അതിനെ ESC എന്ന് പറയും, ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോൾ. അതിലേക്കാണ് നമ്മൾ കൺട്രോളർ ചെയ്യുന്ന സിഗ്നൽസ് കൊടുക്കുന്നത്. അതിനെ പൾസ് വിത്ത് മോഡുലേറ്റഡ് സിഗ്നൽസ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് BLDC മോട്ടർ. ഇതിനകത്ത് കുറച്ച് സ്പെക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കൺട്രോൾ പിൻസ് ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ, 1, 2, 3. ഇത് കോയില് സ്റ്റേറ്റർ ആയിട്ടുള്ള ഒരു മോട്ടറാണ്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ വൈൻഡിങ്സും മാഗ്നറ്റ്സും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു സീലോക്ക് ഉണ്ട്. ഇതാണ് സീലോക്ക് ഞങ്ങൾ ഇളക്കിയിട്ടുണ്ട്. ഭയങ്കര ടൈറ്റ് ആയിരിക്കും, മാഗ്നറ്റ്സ് ആയതുകൊണ്ട് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഊരാനായിട്ട്. കണ്ടോ, ഇതില് സ്റ്റേറ്റർ എന്ന് പറയുന്നത് കോയിലാണ്. ബാക്കി മാഗ്നറ്റ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതില് 3 സെറ്റ് കോയിലായിരിക്കും ഉണ്ടാവുക. അതിൽ ഓരോ സെറ്റിലും നമ്മളിവിടെ പവർ കൊടുക്കുന്നതനുസരിച്ച് ഒരു സെറ്റ് കോയിലിൽ പവർ ഇൻഡ്യൂസ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റ്സിനെ അലൈൻ ചെയ്യിക്കാൻ വേണ്ടി ഇത് ശ്രമിക്കും. അങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് കറങ്ങുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് മാറി മാറി ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഇത് ഫാസ്റ്റായിട്ട് ഈ മാഗ്നറ്റ്സ് കറങ്ങും. അങ്ങനെയാണ് BLDC മോട്ടർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്രഷ് ആവശ്യമില്ല. സ്റ്റേറ്റർ എന്ന് പറയുന്നത് കോയിലാണ്. ഈ മോട്ടോഴ്സിന്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഇതിൽ മെയിനായിട്ട് 2 സ്പെസിഫിക്കേഷനാണ് ഉള്ളത്. ഒന്ന് KV റേറ്റിംഗ്, ഒന്ന് ഇതിന്റെ സൈസ്. KV റേറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ കണ്ടോ 1800 kV എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കിലോ വോൾട്ട് ഒന്നും അല്ല, 1800 kV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വോൾട്ട് ഇൻക്രീസിൽ 1800 റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഒരു വോൾട്ടേജിന് 1800 റൊട്ടേഷൻസ്. നമ്മൾ കൊടുക്കുന്നത് ബാറ്ററി വഴിയായിരിക്കും സപ്ലൈ കൊടുക്കുന്നത്. അത് നോർമലി നമ്മൾ ചെയ്യുന്നത് 3S ബാറ്ററിയാണ്. 3S ബാറ്ററി എന്ന് പറയുമ്പോൾ 11.5
4 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ ഈ മോട്ടറിന് കിട്ടും. അപ്പോൾ 1 വോൾട്ടിന് 1800 എന്ന് പറയുമ്പോൾ 2 വോൾട്ടിന് അതിൻ്റെ ഡബിൾ, അങ്ങനെ 11 വോൾട്ട്സിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ സ്പീഡ് കിട്ടും. ഓക്കെ, പിന്നെ ഒന്ന് ഇതിൽ കണ്ടോ A2212 ഒരു 4 ഡിജിറ്റ് നമ്പർ ഇതിൽ കാണും. ആ 4 ഡിജിറ്റ് നമ്പർ ഫസ്റ്റ് 2 നമ്പേഴ്സ് ഇതിൽ കൊടുത്തിട്ടുള്ള A2212 എന്നാണ്. ഇതിൽ ഫസ്റ്റ് 2 നമ്പേഴ്സ് ഇതിൻ്റെ ഡയമീറ്റർ ആണ്, ഈ കേജിൻ്റെ ഡയമീറ്റർ ആണ്. ഈ കേജിൻ്റെ ഡയമീറ്റർ mm-ലായിരിക്കും, 22 mm. പിന്നെ ഉള്ള 1-2 എന്ന് പറയുന്നത് ഈ കേജിൻ്റെ ഹൈറ്റ് ആണ്. ഓക്കെ, 12 mm. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ 2 സ്പെക്കാണ് ഈ മോട്ടോഴ്സിനുള്ളത്. നമുക്ക് ഇതിൽ ഈ ഒരു സ്പെക്ക് വെച്ചിട്ട് ഇതിൻ്റെ സൈസ് എത്രയെന്ന് കിട്ടും, പിന്നെ ഇതിൻ്റെ സ്പീഡ് എത്രയെന്നും കിട്ടും. അപ്പോൾ മോട്ടോഴ്സിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് ക്വാഡ്കോപ്റ്ററിൻ്റെ അടുത്ത പാർട്സിലേക്കാണ് പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ബാറ്ററിയെ പറ്റിയാണ് നോക്കുന്നത്. പല ടൈപ്പ് ബാറ്ററീസ്, അതിൻ്റെ വോൾട്ടേജസ്, അതിൻ്റെ കപ്പാസിറ്റി എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോകൾ കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.